അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ, അപ്പുറത്തെ വീട്ടിലെ ലക്ഷ്യമായിട്ട് നമുക്കൊരു ചക്ക കൊണ്ട് തന്നു, ഒരു കഷ്ണം ചക്ക. അപ്പോൾ അന്നേ ഉണ്ട് ചക്കയും കോയും വെക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ചക്കയും കോയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചക്ക വൃത്തിയാക്കിയാണ്. അപ്പോൾ ചക്കയും കോയും വെക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ ചക്കയെല്ലാം നല്ല റെഡിയാക്കിയിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താക്കാം, ഒരു ചട്ടി എടുത്തിട്ട് വെക്കുക, കത്തിക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ഈ ചക്കക്ക് കണക്കായ ഉപ്പും മഞ്ഞൾപ്പൊടി. ഉപ്പ് പറ്റില്ല നമുക്ക് വീണ്ടും ആദ്യം ഇടാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ വെള്ളം നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് എന്താക്കാം, ചക്ക ഇട്ടിട്ട് ഒന്ന് വേവിച്ചാടും എടുക്കണം. ഇങ്ങനെ കുഴഞ്ഞൂടാ, ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ വെള്ളം തിളക്കട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ചക്ക ഇടണം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചക്ക ഇതിലേക്ക് ഇടാം. കുറച്ചേ ഇല്ലൂ കേട്ടോ. ഒരു ചക്ക ചെറുതായി പറിച്ചിട്ട് അരക്കഷ്ണം ഓറ് കൊടുത്തു, അരക്കഷ്ണം അരക്കും കൊണ്ട് തന്നെയാണ്. കുരു വേണമെങ്കിൽ ഇടാം കേട്ടോ. കുരു ഞാനിപ്പോൾ ഇടുന്നില്ല. ഇത് ഒന്ന് വേവേ വിടും, അപ്പം കുരു വേവില്ല. അപ്പോൾ ഇത് നല്ലോണം വേവേ വേണ്ടു, അല്ലെങ്കിൽ ചളിപിടിയാവില്ലേ. ഒരിക്കൽ വെന്തിട്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ചക്കക്ക് പറ്റിയ ഉപ്പുണ്ടോയെന്ന് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാം. ഇതിനുണ്ട്, കറക്റ്റ് ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ വേവട്ടെ. ഇനിയിപ്പോൾ വേറെ ഒരു ചെറിയ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ചിക്കന് വേണ്ടുന്ന മതി. രണ്ടും കൂടി ഒന്ന് ചെറിയ ചൂടാക്കിയിട്ട് അതിലിടാൻ വേണ്ടിയിട്ട്. ഇത് പിരിയമുളകാണ് കേട്ടോ, എരിവൊന്നും ചെയ്യില്ല. എരിവിന് നമുക്ക് കുരുമുളക് ഇടാം. ചക്കക്കും ചിക്കനും കുരുമുളക് വെച്ചിട്ട്. അപ്പം ചക്ക ഒരു സ്ഥലത്ത് നിന്ന് വേകുന്നുണ്ട്. ഞാൻ ഈ മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവേ വേണ്ടു, അവർ പച്ചമണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മല്ലിപ്പൊടി പറങ്കിപ്പൊടി അവിടെ ചൂടായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ചക്ക വെന്തുട്ടാ. ഇനി ചക്ക നമുക്കൊന്ന് കോരി വെക്കാം. ചക്കയും കോയും ഒന്നിച്ചിട്ടിട്ട് വെക്കലുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പമായി. ഇതിപ്പോൾ വേവിച്ചിട്ടെടുത്താലും ചിക്കൻ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് ചക്കയും ചിക്കനും. ചക്കയിലായി. ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാം. അപ്പോൾ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ചക്കയുടെ മഞ്ഞൾപ്പൊടി ചക്കക്കയിൽ കൂട്ടിയിട്ടാണ്. ഇത് ചിക്കൻ്റെ മഞ്ഞൾപ്പൊടി ചിക്കനിൽ കൂട്ടി. അതാണൊക്കെ നമ്മളെ മല്ലിപ്പൊടിയും പറങ്കിപ്പൊടി. അതും കൂട്ടി. ഇനി നമുക്ക് ഒരു നീരുള്ളി ഇട്ടിന് കേട്ടോ. അതാണെങ്കിൽ 2 പച്ചമുളകും, പിന്നെ കറിവേപ്പില. അപ്പോൾ അതും ഇട്ടു.
ഇനി ഈ കണക്കായ ഉപ്പിടുക. ഉപ്പ് നമുക്ക് മുളക് പിന്നെ നോക്കിയിട്ടിടാം. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി. കുരുമുളക് കുറച്ച് അധികം ഇടാം കേട്ടോ, നല്ല ടേസ്റ്റാവും. പിന്നെ എന്താക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല നല്ലോണം ഇനി പെരക്കാം. ഇപ്പോൾ മസാല പരട്ടിയിട്ട് കുറച്ച് സമയം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സാധനം കൂടി ഇടാണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മാം. മസാല എല്ലായിടത്തും പിടിക്കണം, ഉപ്പ് പിടിക്കണം, ഇഞ്ചി വെളുത്തുള്ളി പിടിക്കണം, കറിവേപ്പില പിടിക്കണം, എല്ലായിടത്തേക്കും മസാല പിടിക്കണം. കുക്കറിലാകുമ്പോൾ പെട്ടെന്നൊരു 3-4 വിസിലടിക്കുമ്പോൾ ചിക്കൻ പോകും. ഇത് വേവുന്ന നാടൻ കോഴിയൊന്നുമല്ലല്ലോ, അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളെ മസാല എല്ലാം പെരക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ, കുറച്ച് ഒരു തുള്ളി. കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് എല്ലായിടത്തും പരട്ടിട്ട് ഒരു 3-4 വിസിൽ കേട്ടോ, അടിക്കുമ്പോൾ റെഡിയാവും. വേണമെങ്കിൽ ജസ്റ്റ് ഉപ്പുണ്ട് നോക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് രേശ ഉപ്പന്നെ ഇടാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ആയി ഇത് നമുക്കിങ്ങനെ മൂത്ത് കൂട്ടിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 3-4 വിസിലടിക്കട്ട്, എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കേട്ടോ 4 വിസിലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ എയറൊന്ന് പോയിട്ട് നമുക്ക് ചക്കയിലത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ എയറെല്ലാം പോയിട്ട് നമ്മളെ ചിക്കൻ അങ്ങനെ ആയി നോക്കാം. ചിക്കൻ അടിപൊളിയായിട്ട് വേവനം ചെയ്തിന്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചക്ക ഇതിലേക്ക് കൊടുക്കാം. ഉപ്പ് വേണം ഒന്നും കൂടെ നോക്കട്ടെ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചക്കയില്ലേ, അത് ഇതിലേക്ക് തട്ടാം. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ഇവിടെ ക്യാമറ പിടിക്കാനൊന്നും ആരുമില്ല കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇളക്കുന്നതെല്ലാം കാണിക്കട്ടെ. ഞാനിത് ഇവിടെ ഒരു നീര് വെച്ചിട്ടാണ് എടുക്കുന്നത് തന്നെ. ഇളക്കിയിട്ടെല്ലാം യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഒന്ന് ഇതിൽ കടുവും കറിവേപ്പിലയും 2 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയിൽ ഇടേണ്ടവർക്ക് തേങ്ങ ഇടാം കേട്ടോ, ഇവിടെ തേങ്ങ ഇട്ടാൽ കൂട്ടില്ല. അപ്പോൾ തേങ്ങ വേണ്ടുന്നവർക്ക് തേങ്ങ ഇടാം, തേങ്ങ വറുത്തിട്ടിടേണ്ടവർക്ക് തേങ്ങ വറുത്തിട്ടിടാം. വെറും കടുവ് മാത്രമാണ് ഇടുന്നത് അങ്ങനെ ഇടാം. അപ്പം നമ്മളെ ചക്കയും കോയും മിക്സ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടാണ്. ഈ ചെറിയൊരു വറവും കൂടെ കൊടുത്താൽ ഓക്കെ. ഇതാണ് കേട്ടോ അടിപൊളി ചക്കയും ചിക്കനും.
കൊതിയാവുന്നില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്? നല്ല അടിപൊളി. ഇനി ഒന്നൊരു ചെറിയ വറവും കൂടി ഇട്ടാൽ റെഡിയായി കേട്ടോ. ഒന്ന് വറുത്തിടാം. അപ്പോൾ കടുവും കറിവേപ്പിലും പിന്നെ ഉണക്ക പറഞ്ഞു കേട്ടോ. ഇത് വാട്ടിയിട്ടൊന്ന് നമുക്ക് കഴിക്കണം. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് മുകളിൽ. പിന്നെ ആ വറവിലത്തേക്ക് ഇട്ടാൽ നമ്മളെ ചക്കയും കോയും റെഡി. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ഈ ചക്കയും കോയിലേക്ക് വയ്ക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കാം. ഇപ്പോൾ റെഡിയായി. ചക്കയും കോയും റെഡി. ചക്കയും കോയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ ചക്കയും കോയും തിന്നുമ്പോൾ ഒരു ഇലയിൽ എന്നെ തിന്നാൻ നോക്കണേ. ഇലയിൽ തിന്നുന്നതാണ് ഏറ്റവും ബെറ്റർ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. നമ്മൾ ചക്കയും കോയും എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ. ഇലയിൽ തിന്നാൽ വേറെ തന്നെ ടേസ്റ്റാണ്. ചൂട് ചൂട്. ഉപ്പുണ്ട്. നല്ല കുരുമുളകിൻ്റെ. ചക്കയ്ക്ക് കോഴിക്ക് ബെസ്റ്റ് കുരുമുളക്. അടിപൊളി.